ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. ഐ ആം യുവർ വിപിൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂ ഫ്രം സൂപ്പർ പടം. അതിനെ സൂ ഫ്രം സൂപ്പർ. ഒരു വൈബ് പടം കണ്ട സന്തോഷം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് പടമായിട്ട് ഇതിന്റെ സിനിമ എന്നുള്ള മൈൻഡിൽ കാണുന്നതിലും നല്ലത് നമ്മളൊരു നാട്ടിൽ പോയി അവിടെ പോയിട്ട് അവിടെയുള്ള ആളുകളുടെ ഒപ്പം കുറച്ച് ദിവസം സമയം ചെലവഴിച്ച് ചിലപ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും ഇവരുടെ പോയി ചെലവഴിച്ച്. കാരണം അമ്മാതിരി പേടിത്തൊണ്ടന്മാരെ നാട്ടിലുള്ളത് മൊത്തം. പ്രത്യേകിച്ച് ഇവർക്കൊന്നും എന്താണ് സംഭവം എന്നുള്ളത് ഇവർക്കും മനസ്സിലാവില്ല, അതിലുള്ളവർക്ക് ആർക്കും തീരെയും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു പരിപാടി. ഇപ്പൊ ഈ കുഞ്ഞിരാമായണം ഒരു സിനിമ, ആട്, അതുപോലത്തെ ഒക്കെ ഉള്ളൊരു സ്ഥലം, അങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങള്, പിന്നെ പഴയ പ്രിയദർശന സിനിമകളിലൊക്കെ ഉള്ളത് പോലത്തെ സിറ്റുവേഷൻ കോമഡികള്. എന്റെ മോനെ വൈബ് പരിപാടി. വൈബ് പരിപാടി പറഞ്ഞ വൈബ് പരിപാടി എന്തൊരു രസമായിട്ടാണെന്ന് എടുത്തു വെച്ചിരിക്കണവര്. ആ ഒരു ടൊണാലിറ്റി തന്നെ അങ്ങനെ. കാരണം ഇതിലൊരിക്കലും നമുക്കിതൊരു കന്നഡ സിനിമയാണെന്ന് പറയാൻ പറ്റൂല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും, ആ സിറ്റി കഥാഭാഗം നടക്കുന്ന ജോഗ്രഫിക്കൽ ഏരിയ ഒക്കെ ഒരു കേരളത്തിന്റെ അതേ ടച്ച്. ഒരു പുറത്തുനിന്നുള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. കറക്റ്റ് ഇത് കേരളത്തിലാണ് കഥ നടക്കുന്നത്, കേരളത്തിലെ ഒരു ഗ്രാമമാണെന്ന് നമുക്കത് തോന്നും. പ്രത്യേകിച്ച് ഇതിലെ കഥാപാത്രങ്ങളുടെ പേര്, അവരുടെയൊക്കെ കൊടുത്തിരിക്കുന്ന ഡബ്ബിങ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡബ്ബിങ് ഇൻ മലയാളം. കാരണം എന്താ വെച്ചാൽ ഒരു കന്നഡ സിനിമയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ മറ്റേത് ഭാഷയാണെങ്കിലും ശരി, അവർ ഡബ്ബ് ചെയ്യുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ലൈഫ് കൊടുക്കാറില്ല. കാരണം മെയിൻ ഹീറോ, ഹീറോയിൻ, വില്ലൻ, പിന്നെ അത്രയും വേണ്ട ഒരു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിന് മാത്രമേ അവർ നല്ല ഡബ്ബിങ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമയിൽ ഒരു സീനിൽ വന്നു പോണ ആളാണെങ്കിൽ പോലും അവർക്ക് കൊടുത്തിരിക്കുന്ന ഡബ്ബിങ് ഈസ് യൂണിക്. അതായത് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനും അവരുടെ ഒരു ലുക്കിനും പറ്റിയ കിട്ടില്ല ഡബ്ബിങ്ങാണ് ഈ സിനിമയുടേത്. പ്രത്യേകിച്ച് രവി അണ്ണാൻ്റെ ഡബ്ബിങ് അടിപൊളി, ഭയങ്കര രസമുള്ള ഡബ്ബിങ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിലെ നായിക, എന്താ പറയുക പേര്, സന്ധ്യ കാരെ എന്ന് പറഞ്ഞ നടിയാണ്. അവരുടെ പെർഫോമൻസും അവർക്ക് കൊടുത്ത ഡബ്ബിങ്ങും അതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അശോക എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യും ഈ സിനിമയുടെ ഡയറക്ടർ തന്നെയായ JP തുമിനാടാണ് ഈ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, അങ്ങേർക്കും. പിന്നെ രാജ്ബീർ ഷെട്ടി ഈ സിനിമയിൽ ഒരു ക്യാമിയോ അല്ല, ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ എന്ന് പറയേണ്ടി വരും. കാരണം ത്രൂ ഔട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. ഒരു ലീഡ് റോൾ ആയിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന്റെ ഡബ്ബിങ് പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ. അത് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പുള്ളി പറയുന്ന ഡയലോഗ് നമുക്ക് വേറെ അടുത്ത് കാണിക്കും അത് പുള്ളി പറയുകയാണെന്നുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഡബ്ബിങ്. പിന്നെ ഈ സിനിമയിൽ വരുന്ന ഓരോ കഥാപാത്രങ്ങളും, അതായത് നാട്ടിലെ ബാങ്ക് മാനേജർ ആണെങ്കിലും ശരി, പുള്ളിക്കാരൻ്റെ 80കളിലെ കഥയാണെങ്കിലും ശരി, അത് മാത്രമല്ല ഈ സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. കാന്താരയിൽ ഞാൻ കണ്ട ചില മുഖങ്ങളൊക്കെ ഈ സിനിമ, കാരണം ഇതിലെ പകുതി ആൾ പേരെ എനിക്കറിയില്ല. എന്തിനാ ഈ ചന്ദ്രൻ, സോറി, രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത്, രവി അണ്ണ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളെ പോലും എനിക്ക് ഇതിന് മുന്നേ ഒരു സിനിമ കണ്ട ഓർമ്മയില്ല. പുള്ളിക്കാരനൊക്കെ എന്താ പെർഫോമൻസ് ഈ പടത്തിലെന്നാ. കാരണം കറക്റ്റ് നമ്മളൊരു മലയാളത്തിലൊക്കെ ജോജു ചെയ്യുമല്ലോ, ഇതുപോലത്തെ ഈ പൊറിഞ്ചൂലൊക്കെ ചെയ്ത ജോജുവിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ, ആ വരുമ്പോൾ തന്നെയുള്ള ഒരു പവർ, അങ്ങനത്തെ ഒരു കഥാപാത്രം പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ചെയ്ത ആളുടെ പേര് സനീൽ ഗൗതം എന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സൂപ്പർ പെർഫോമൻസും കൊടൂര സ്ക്രീൻ പ്രസൻസും. പിന്നെ ഈ സിനിമയിൽ അളിയനുണ്ട്. അളിയൻ വേറെ ലെവലാണ്. കാരണം അളിയൻ വന്നല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്, എന്ത് രസമാണെന്ന് അറിയാം. പിന്നെ ഒരു കിഴവുണ്ട്, ഈ വീട് ഒരു കടയുടെ മുമ്പിൽ ഇരുന്നിട്ട്, കണ്ണ് കാണില്ലേ പുള്ളിക്കാരൻ, കണ്ണിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആള് മാറിയിട്ട് ഡയലോഗ് അടിക്കും. നമ്മളെ കാര്യസ്ഥനിലൊക്കെ ഉണ്ടല്ലോ ജനാർദ്ദനൻ്റെ എന്തി, ഈശ്വര, ആ കഥാപാത്രത്തിൽ കാണുമ്പോൾ എനിക്ക് ആരും ഓർമ്മ എന്നറിയോ, നമ്മളെ പഴയ സിനിമകളിലൊക്കെ ഉണ്ടാവില്ല ആ പല്ലില്ലാത്ത അപ്പൂപ്പൻ, വീരൻ, വീരേന്ദ്രൻ എന്നൊക്കെ പറയുന്ന അപ്പൂപ്പനില്ലേ, അമ്മാതിരി ഒരു മോത്തല്. നല്ല രസമുണ്ട്. രണ്ട് സീനുള്ളൂ, പക്ഷെ രണ്ടും അടിപൊളിയാണ്. പിന്നെ മറ്റേ കാന്താരയിലുണ്ടായിരുന്ന ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു കഷണ്ടി ഒരു ചേട്ടനുണ്ടല്ലോ, പുള്ളിക്കാരുണ്ട് ഈ സിനിമയിൽ. ഞങ്ങളുടെ പേരെന്താണെന്ന്, പ്രകാശ് തുമ്നാട് എന്ന് പറഞ്ഞ ആളാണ് അത് ചെയ്തിരിക്കുന്നത്. ആളും അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ചവരെല്ലാവരും, ഈച്ച് ആൻഡ് എവരി വൺ, എല്ലാവർക്കും കിട്ടിയ സ്പേസിൽ അവരൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ആരും ബോറാക്കിയിട്ടില്ല. കാരണം സിറ്റുവേഷണൽ കോമഡീസ് ആണ്. അതായത് ഒരിക്കലും നമുക്കിതിലൊരു ഓവർ ദ ടോപ്പ് സിനിമാറ്റിക് കോമഡി എന്ന് പറയാൻ പറ്റില്ല. എല്ലാം സിറ്റുവേഷണൽ കോമഡീസും അതിന് പറ്റിയ ക്യാരക്ടറുകളും അതിന് പറ്റിയ സിറ്റുവേഷനും അങ്ങനെയൊക്കെയാണ് ഈ സിനിമ പോണത്. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണാതിരിക്കുന്നത്. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ വിചാരിച്ചത് എന്താ വെച്ചാൽ, കന്നഡ സിനിമ ഡബ് ചെയ്ത് തന്നു, ആര് വരാനാ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ആ പോയപ്പോഴും ഓക്കെ, ആകെ 10-15 സീറ്റ് ബുക്ക് ആയിട്ട് റിവ്യൂ ഒക്കെ വേണ്ട ആരെങ്കിലും വന്നായിരിക്കും എന്ന് വിചാരിച്ച് പോയി കണ്ടതാണ് ഇന്നലെ. പക്ഷെ ഷോ തുടങ്ങിയ ഒരു 10 മിനിറ്റ് ആയപ്പോൾ തിയേറ്റർ ഫുള്ളായിന്നേ. എങ്ങനെയാണ് 100-150 പേരുടെ മേലെ ഇരിക്കാൻ പറ്റിയൊരു സ്ക്രീനാണത്. അതിൽ തിയേറ്റർ അങ്ങോട്ട് ഫുള്ളായി. ഫസ്റ്റത്തെ 2 ലൈൻ ഒഴിച്ച് ബാക്കി മൊത്തം ഫുള്ളായി. പെരും കയ്യടി, പെരും എൻജോയ്മെന്റ്. അതും തന്നെ ഒരു കാര്യം മനസ്സിലായി, സിനിമ ക്ലിക്കായിരുന്നു, ഇത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട് എന്നുള്ളത്. മൗത്ത് പബ്ലിസിറ്റിയും ഇവർ ഇതിൻ്റെ ഇടയ്ക്കൊരു ട്രെയിലറും പിന്നെ കുറച്ച് ഇൻ്റർവ്യൂസും, അത് മതി. നല്ല സിനിമയാണെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യണ്ട, തന്നെ കയറി വരും. അതാണ് ഈ സിനിമയിൽ ഞാൻ കണ്ടത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമ്മളെ വീഡിയോസിന് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവരും അറിയട്ടെ. ഞാൻ പറയുന്നത് മാത്രമല്ലല്ലോ, നിങ്ങളുടെ അഭിപ്രായം അവർ കേൾക്കുമ്പോൾ അവർക്കും കാണാൻ തോന്നും. നിങ്ങൾ കമൻറ്റ് ചെയ്യും, നിങ്ങൾ എന്താണ് ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
ചെറിയൊരു ലാഗ് ഉള്ളതായി തോന്നി. പക്ഷേ ചില ഭാഗങ്ങളിൽ മാത്രം. അതുപോലെ ഹൊറർ സീക്വൻസ് ഒക്കെ കുറച്ചുകൂടെ നന്നാക്കി എടുക്കാമായിരുന്നു എന്ന് തോന്നി. അത് തോന്നലാണ് ജസ്റ്റ്. അതായത് ആ ക്യാരക്ടേഴ്സിന് തോന്നുന്നതാണ്. അല്ലാതെ നമുക്കത് ഹൊറർ ആണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അങ്ങനെയാണ് ഈ സിനിമയുടെ സെറ്റിംഗ്സ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി പടം എങ്ങനെയുണ്ടെന്നുള്ളത്. പടം അടിപൊളിയാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.